അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പരിശുദ്ധ ഖുർആനിലെ വലിയ ശ്രേഷ്ഠതയേറിയ അതിമഹത്തായ ഒരു രഹസ്യമായിട്ടുള്ള ഒരു ആയത്തിനെ കുറിച്ചിട്ടാണ്. ഈ ആയത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത്ഭുതമാണ്. ഈ ആയത്ത് നിങ്ങൾ ഈ ദുൽഹിജ്ജ മാസത്തിൽ ഓതിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എന്ത് തന്നെ ഉദ്ദേശമാണെങ്കിലും, എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ നിങ്ങൾ ഈ ആയത്ത് ഓതുന്നത്, ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് അല്ലാഹു സുബ്ഹാനഹു തആല അത് നിങ്ങൾക്ക് നിറവേറ്റിത്തരും. എന്നാൽ ഈ ആയത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ പലർക്കും അറിയുമായിരിക്കും. എന്നാൽ അറിയാത്തവർക്കായിട്ട് പറയുകയാണ്, ഈ ആയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകളാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. മാത്രമല്ല, നമ്മൾ ഈ ദുൽഹിജ്ജ മാസത്തിലാണ് ഈ മദ്ഹുകൾ ചൊല്ലുന്നത്. അതുമാത്രമല്ല, പരിശുദ്ധ ഖുർആനിലെ ഒരു പ്രധാനപ്പെട്ട മഹത്വമേറിയ ഒരു ആയത്താണ് ഇത്. അല്ലാഹു സുബ്ഹാനഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് മദ്ഹുകൾ പറഞ്ഞ ഒരു ആയത്താണ് ഇത്. അതുകൊണ്ട് തന്നെ ഉറപ്പാണ് ഈ ആയത്ത് ഓതിക്കൊണ്ട് നമ്മൾ നമ്മുടെ എന്ത് ആഗ്രഹമായിക്കോട്ടെ, എന്ത് പ്രയാസമായിക്കോട്ടെ, അത് അള്ളാഹുവിനോട് പറഞ്ഞാൽ ഉറപ്പാണ് അല്ലാഹു സുബ്ഹാനഹു തആല അതിനൊരു തീരുമാനം കാണും. നിങ്ങളുടെ ദുആ അള്ളാഹു സ്വീകരിക്കും. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നിറവേറ്റിത്തരും. ഈ ആയത്തിൻ്റെ അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ എനിക്ക് തന്നെ അനുഭവമുണ്ട്. അതായത്, ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുന്ന സമയത്ത്, എന്തെങ്കിലും ആവശ്യങ്ങൾ നിറവേറി കിട്ടേണ്ട സമയത്ത്, അതുപോലെ സാമ്പത്തികമായിട്ട് പ്രയാസങ്ങൾ വരുന്ന സമയത്തൊക്കെ എനിക്ക് എൻ്റെ ഉസ്താദ്, എനിക്ക് എന്നല്ല ഞങ്ങൾക്കെല്ലാവർക്കും കൂടി പറഞ്ഞു തന്ന ഒരു ആയത്തായിരുന്നു ഇത്. നിങ്ങൾ ഇത് ചൊല്ലിയാൽ മതി എന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ ആയത്ത് പറഞ്ഞു തരുന്നത്. മാത്രമല്ല, ഈ ആയത്ത് ഞാൻ ഒരുപാട് ആളുകൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൽ പലരും ഈ ആയത്ത് ഓതിയത് കൊണ്ട് അവരുടെ പ്രയാസങ്ങൾ മാറി, അവരുടെ ഉദ്ദേശങ്ങൾ നടന്നു കിട്ടിയെന്നൊക്കെ വലിയ സന്തോഷത്തോടു കൂടി എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. ആ സമയത്തൊക്കെ നമ്മുടെ മനസ്സിന് വലിയൊരു സന്തോഷമാണ്. അതായത്, നമ്മളൊരു അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അവർക്ക് അവരുടെ ജീവിതത്തിൽ ഉപകാരപ്പെട്ടു എന്ന് അവർ വലിയ സന്തോഷത്തോടു കൂടി നമ്മോട് വന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് വല്ലാത്തൊരു സുഖമാണ്. അത് പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നില്ല. അത്രക്കും വലിയ സന്തോഷമായിരിക്കും ആ സമയത്ത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ആയത്തിന് അല്ലാഹു സുബ്ഹാനഹു തആല ഇത്രയധികം ശ്രേഷ്ഠത, മഹത്വം, ഫലം ഒക്കെ നൽകിയത് എന്തുകൊണ്ടാണ് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ആയതുകൊണ്ടാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പറയുകയാണെങ്കിൽ ആർക്കും പറഞ്ഞു തീർക്കാൻ സാധിക്കുകയില്ല. അത്രത്തോളം മദ്ഹുകളാണ് മുത്തുനബിക്കുള്ളത്. പ്രിയപ്പെട്ടവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് മുത്തുനബി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത്, ആകാശഭൂമിയും സർവ്വചരാചരങ്ങളും എല്ലാ സൃഷ്ടജാലങ്ങളെക്കാളും, എന്തിനേറെ പറയുന്നു, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തേക്കാളും അല്ലാഹു സുബ്ഹാനഹു തആല ശ്രേഷ്ഠത നൽകിയത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. പിന്നെ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പറഞ്ഞു തീർക്കാൻ സാധിക്കുക? ഒരു പടപ്പിനും സാധിക്കുകയില്ല. അത്രത്തോളം മദ്ഹുകളാണ് നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ളത്. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള മദ്ഹുകൾ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്ന ഒരു ആയത്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഒരു ആയത്തിൻ്റെ ശ്രേഷ്ഠത, മഹത്വം, ഫലം, പ്രത്യേകത എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാകും. ഒരിക്കൽ പള്ളിയിൽ നിസ്കാരത്തിൻ്റെ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ ഒരു സ്വഹാബി അങ്ങനെ കൂർക്കം വലിച്ച് ഉറങ്ങുകയായിരുന്നു. എന്നാൽ നിസ്കാരത്തിൻ്റെ സമയമായതുകൊണ്ട് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ ഉറക്കം ഇഷ്ടമായില്ല. എന്നാൽ മുത്തുനബി ആ സ്വഹാബിയെ വിളിച്ചുണർത്തിയില്ല. മുത്തുനബി എന്തു ചെയ്തു? കുറച്ച് അപ്പുറത്ത് അലി റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തി മുത്തുനബി പറഞ്ഞു,
ആ കിടന്നുറങ്ങുന്ന സ്വഹാബിയെ വിളിച്ചുണർത്തു. നിസ്കാര സമയമായല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു ആ സ്വഹാബിയെ വിളിച്ചുണർത്തി. അങ്ങനെ നിസ്കാരമൊക്കെ ജമാഅത്തോടു കൂടി കഴിഞ്ഞതിൻ്റെ ശേഷം അലി റളിയല്ലാഹു അൻഹുവിന് ഒരു സംശയം. എന്തുകൊണ്ടാണ് എന്നോട് ആ സ്വഹാബിയെ വിളിച്ചുണർത്താൻ പറഞ്ഞത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൊട്ടടുത്താണല്ലോ ആ സ്വഹാബി കിടന്നുറങ്ങിയത്. എന്നിട്ട് കുറച്ച് അകലെയുള്ള എന്നെ വിളിച്ചു വരുത്തി ആ സ്വഹാബിയെ വിളിച്ചുണർത്താൻ എന്താണ് കാരണം? ആർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്. അതായത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൊട്ടടുത്തായിരുന്നു ആ സ്വഹാബി കിടന്നുറങ്ങിയത്. അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിന് ആ സംശയം തീർക്കാൻ വേണ്ടിയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു ഈ കാര്യം. അപ്പോൾ ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യം ഇതായിരുന്നു. ആ സ്വഹാബിയെ ഞാൻ ഉറക്കിൽ നിന്നും വിളിച്ചുണർത്തുന്ന സമയത്ത് അദ്ദേഹം അറിയാതെ ഉറക്കിൽ നിന്ന് എണീക്കുമ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈമാൻ വരെ നഷ്ടമാകും. എന്നാൽ നിങ്ങളാണ് അദ്ദേഹത്തെ വിളിച്ചുണർത്തുന്നതെങ്കിൽ ആ സമയത്ത് എന്തെങ്കിലും അറിയാതെ അദ്ദേഹം പറഞ്ഞാൽ പോലും അദ്ദേഹത്തിൻ്റെ ഈമാൻ നഷ്ടമാകില്ല. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറക്കിൽ നിന്ന് പോലും ഉറക്ക് തെളിയാതെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പോലും അദ്ദേഹത്തിൻ്റെ ഈമാൻ നഷ്ടമാകുമെന്നാണ് മുത്തുനബി പറഞ്ഞത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ ചൂണ്ടി വിരലും അതിനോട് ചാരിയുള്ള ആ വലിയ വിരലും തമ്മിൽ ചേർത്ത് വെക്കുന്നത് പോലെയാണ് അല്ലാഹു സുബ്ഹാനഹു തആലയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തമ്മിലുള്ള അടുപ്പം, ബന്ധം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് തന്നെ അള്ളാഹുവിനോട് ചോദിച്ചാലും ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് അല്ലാഹു സുബ്ഹാനഹു തആല അത് നിറവേറ്റി തരും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലെ ഈ ആദ്യത്തെ 10 ദിവസങ്ങളിൽ തന്നെ ഈ കാര്യം നിങ്ങൾ ചെയ്യുക. ദുൽഹിജ്ജ മാസത്തിലെ ഈ ആദ്യത്തെ 10 ദിവസങ്ങളിലെ മഹത്വങ്ങളും ശ്രേഷ്ഠതകളും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും ചെറിയ രൂപത്തിൽ ഒന്ന് പറഞ്ഞു തരാം. അതായത് മാസങ്ങളുടെ നേതാവായ പരിശുദ്ധമായ റമളാൻ മാസത്തിലെ അവസാനത്തെ 10-ആയ 27-ാം രാവിൻ്റെ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന ആ പകലിൻ്റെ അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠതയാണ് ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ ഈ 10 ദിവസങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ദുൽഹിജ്ജ മാസത്തിൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ഇബാദത്ത് എടുക്കുന്നത് വലിയ ഇഷ്ടമാണ്, അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അതിന് അള്ളാഹു എത്രയോ ഇരട്ടി പ്രതിഫലമാണ് മറ്റുള്ള ദിവസങ്ങളിലേക്കാൾ മാസങ്ങളേക്കാൾ നമുക്ക് നൽകുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ നമ്മൾ ഈ ആയത്ത് ഓതിക്കൊണ്ടൊക്കെ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് അതിന് ഇജാബത്ത്. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദിവസങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരിക്കലും ഈ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ പാഴാക്കി കളയരുത്. അല്ലാഹു സുബ്ഹാനഹു തആലക്ക് നിങ്ങൾ ധാരാളം ഇബാദത്ത് എടുക്കുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക, നിസ്കാരം അധികരിപ്പിക്കുക, പരിശുദ്ധ ഖുർആൻ ധാരാളം പാരായണം ചെയ്യുക, അതുപോലെ ദിക്റുകൾ അധികരിപ്പിക്കുക, സ്വലാത്തുകൾ അധികരിപ്പിക്കുക, തസ്ബീഹ് ചൊല്ലുക, ദുആകൾ അധികരിപ്പിക്കുക. ഇങ്ങനെ ഈ 10 ദിവസങ്ങളിലുള്ള എല്ലാ പുണ്യങ്ങളും കരസ്ഥമാക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിവസങ്ങളിലുള്ള എല്ലാ ഖൈറാത്തുകളും നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകുമാറാകട്ടെ. ഇനി പ്രിയപ്പെട്ടവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പറയുന്ന ആ ആയത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് എങ്ങനെയാണ് ഓതേണ്ടത് എന്നും ഞാൻ പറഞ്ഞു തരാം. ഈ ആയത്ത് ചുരുക്കി പറയുകയാണെങ്കിൽ എല്ലാത്തിനും പരിഹാരമായിട്ടുള്ള ഒരു ആയത്താണ്. നമ്മുടെ ലൈഫിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് നിറവേറി കിട്ടാനുണ്ടോ അതൊക്കെയും നമുക്ക് ഈ ആയത്ത് കൊണ്ട് നമുക്ക് നിറവേറ്റിയെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ എന്തെല്ലാം കുടുക്കിൽപ്പെട്ടു പോയിട്ടുണ്ടോ, എന്തെല്ലാം പ്രയാസത്തിൽപ്പെട്ടു പോയിട്ടുണ്ടോ, എന്നും ടെൻഷനാണോ, അതുപോലെ കടത്തിൽ പെട്ടുപോയിട്ടുണ്ടോ, ജീവിതത്തിൽ കല്യാണം ശരിയാകാതെ പ്രയാസപ്പെടുന്നുണ്ടോ,
വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ പ്രയാസപ്പെടുന്നുണ്ടോ? രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ടോ? അതുപോലെ എന്നും വിഷമത്തോടു കൂടിയും പ്രയാസത്തോടു കൂടിയും ജീവിക്കുകയാണോ? അതുപോലെ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് കാരണം ജീവിതത്തിൽ പ്രയാസപ്പെടുന്നുണ്ടോ? അതായത് നമ്മുടെ ഭാര്യയുടെ സ്വഭാവം മോശമാണെങ്കിൽ നമുക്ക് എന്നും ടെൻഷനായിരിക്കും, നമ്മുടെ ജീവിതം മുടിഞ്ഞു പോകും. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ സ്വഭാവം മോശമാണെങ്കിൽ അവരുടെ പ്രവൃത്തി, അവരുടെ ആക്രമണം, അവരുടെ വഴക്ക്, അതുപോലെ എപ്പോഴും കുറ്റപ്പെടുത്തൽ, ഇതൊക്കെയും ഒരു ഭർത്താവിൽ നിന്നും ഒരു ഭാര്യയ്ക്ക് ലഭിക്കുകയാണെങ്കിൽ അവൾക്ക് അവളുടെ ജീവിതത്തിൽ എന്നും ടെൻഷനായിരിക്കും, ഒരു സമാധാനവും ഉണ്ടാകില്ല. അതുപോലെ തന്നെ മക്കളുടെ സ്വഭാവം മോശമായാൽ അത് മാതാപിതാക്കളുടെ ഉറക്കം കെടുത്തുന്ന ഒരു കാര്യമാണ്. അവർക്ക് എപ്പോഴും ടെൻഷനും വലിയ പ്രയാസവും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ കത്തിജ്വലിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്നുള്ള കളിയാക്കലുകൾ, പരിഹാസങ്ങൾ, ആക്രമണങ്ങൾ, അതുപോലെ അയൽവാസികളിൽ നിന്ന്, ഇവരിൽ നിന്നൊക്കെ നമുക്ക് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള പീഡനങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ടെൻഷൻ ഉണ്ടാകാം. എന്നാൽ നമുക്ക് നമ്മുടെ ചങ്ങാതിമാരെ, സുഹൃത്തുക്കളെയൊക്കെ നമുക്ക് മാറ്റി നിർത്താം. ആ ചങ്ങാത്തം അങ്ങ് ഒഴിവാക്കിയാൽ മതി, അതോടുകൂടി അത് തീരും. അതുപോലെ തന്നെ അയൽവാസികളിൽ നിന്നും നമ്മൾ മാറി നിന്നാൽ മതി. എന്നാൽ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ്, നമ്മുടെ മക്കൾ, നമ്മുടെ മാതാപിതാക്കൾ, ഇവരെയൊന്നും നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. അവർ നമ്മുടെ കുടുംബത്തിലുള്ളവരാണ്, നമ്മുടെ ചോരയാണ്. അവരോടൊപ്പം എപ്പോഴും നമ്മൾ ജീവിക്കേണ്ടവരാണ്. എന്നാൽ അവരിൽ നിന്നും നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ, ടെൻഷൻ ഉണ്ടാകുകയാണെങ്കിൽ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ പ്രയാസങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ആയത്ത് നിങ്ങൾ ഈ ദുൽഹിജ്ജ മാസത്തിൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ ഓതിയാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് ആ പ്രയാസങ്ങളെല്ലാം മാറി. അവർ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു മനസ്സ്, സ്നേഹിക്കാനുള്ളൊരു മനസ്സ് അവർക്ക് അല്ലാഹു നൽകുകയും അതിലൂടെ നിങ്ങളുടെ കുടുംബം വലിയ സ്നേഹത്തിലും ഐക്യത്തിലുമാവുകയും ചെയ്യും. അതോടുകൂടി നിങ്ങളുടെ കുടുംബത്തിൽ ബറക്കത്തുണ്ടാകുകയും സന്തോഷവും സമാധാനവും മരണം വരെ നിലനിൽക്കുകയും ചെയ്യും. ഇനി ഞാൻ നിങ്ങൾക്ക് ആ ആയത്ത് പറഞ്ഞു തരാം. ഈ ആയത്ത് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയിലെ അവസാനത്തെ 2 ആയത്തുകളാണ്. ഈ ആയത്ത് ഓതുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബിസ്മി ഓതരുത്. ബിസ്മി ഓതൽ ഹറാമാണ്. ബിസ്മി ഒരിക്കലും ഓതരുത്. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ആയത്ത് ഓതുന്ന സമയത്ത് അഊദു ഓതിക്കൊണ്ട് ഓതുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസും അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. ഈ ഒരു ആയത്താണ് ഓതേണ്ടത്. ഈ ഒരു ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകളാണ് പറയുന്നത്. ഈ ആയത്ത് നിങ്ങൾ ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലെ ഈ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ആയത്ത് 7 പ്രാവശ്യം ഓതുക. എന്നതിന് ശേഷം നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ എന്ത് കാര്യമാണോ അത് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. ഈ ആയത്ത് നിങ്ങൾ ഓതുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ഉദ്ദേശമാണോ നടന്നു കിട്ടേണ്ടത് ആ കാര്യം നിങ്ങൾ മനസ്സിൽ കരുതണം. എന്നിട്ട് നല്ല വിശ്വാസത്തോടു കൂടി എൻ്റെ റബ്ബ് എനിക്കത് നിറവേറ്റിത്തരും എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തോടു കൂടി, നിയ്യത്തോടു കൂടി, നല്ല ഇഖ്ലാസോടു കൂടി, തജ്വീദോടു കൂടി, അക്ഷരത്തെറ്റില്ലാതെ ഈ ആയത്ത് നിങ്ങൾ 7 പ്രാവശ്യം ഓതി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങളുടെ എത്ര വലിയ മുറാദുകളാണെങ്കിലും അത് നിങ്ങൾക്ക് ഖൈറാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല അത് നിങ്ങൾക്ക് നിറവേറ്റിത്തരുന്നതാണ്. ഈ ആയത്ത് നിങ്ങൾ 7 പ്രാവശ്യം സുബ്ഹി നിസ്കാര ശേഷം ഓതിക്കഴിഞ്ഞാൽ ആ ദിവസം നിങ്ങൾ മരണപ്പെടില്ല. ആ ദിവസം നിങ്ങൾക്ക് മരണമുണ്ടാകില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ യാത്ര പോകുന്നതിൻ്റെ അല്പം മുമ്പാണ് ഈ ആയത്ത് നിങ്ങൾ 7 പ്രാവശ്യം ഓതുന്നതെങ്കിൽ ആ യാത്രയിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസമോ ഒരു അപകടങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകില്ല.
നല്ല സന്തോഷത്തോടു കൂടിയും റാഹത്തോടു കൂടിയും ആ യാത്ര പോയി നിങ്ങൾക്ക് തിരിച്ചു വരാം. മാത്രമല്ല, ആ യാത്രയിൽ നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നല്ല ഹൈറായി, അത് നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ ഭംഗിയായി അത് നിങ്ങൾക്ക് നിറവേറിക്കിട്ടും. ഇനി നിങ്ങൾ മഗ്‌രിബിന് ശേഷമാണ് ഈ ആയത്ത് ഓതുന്നതെങ്കിൽ മറ്റുള്ളവരുടെ നാക്കേറ്, കണ്ണേറ്, സിഹിറ്, കൂടോത്തരം, പൈശാചികം അതൊന്നും നിങ്ങൾക്ക് ഏൽക്കില്ല, അതൊന്നും നിങ്ങൾക്കുണ്ടാകില്ല. മറ്റുള്ളവർക്ക് അത് ചെയ്യാൻ തോന്നില്ല. അല്ലാഹു സുബ്ഹാനഹു തആല അവരെ അതിന് സമ്മതിക്കൂല. ഇനി ദിവസവും ആരെങ്കിലും ഒരാൾ ഈ ആയത്ത് 7 പ്രാവശ്യം പതിവായി ഓതിക്കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടുമൊക്കെ അവനക്ക് വലിയ ഉയർച്ചയായിരിക്കും. അവൻ തൊട്ടതെല്ലാം പൊന്നാകും. അവൻ തുടങ്ങുന്നതും അവൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും ചെയ്യുന്നതും എല്ലാ മേഖലകളിലും അവനക്ക് വലിയ വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. തകർച്ച അല്ലാഹു സുബ്ഹാനഹു തആല അവനക്ക് നൽകില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ദുൽഹിജ്ജ മാസത്തിലെ ഈ ആദ്യത്തെ 10 ദിവസങ്ങളിൽ നിങ്ങൾ മറക്കാതെ എല്ലാ ദിവസവും നിങ്ങൾ 7 പ്രാവശ്യം ഈ ആയത്ത് ഓതുക. എന്നാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയമായിരിക്കും, വലിയ സമ്പത്തായിരിക്കും നിങ്ങൾക്കുണ്ടാകുക. തൊട്ടതിലെല്ലാം നിങ്ങൾക്ക് വലിയ വിജയം, വലിയ പണക്കാരനാകും, സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച ഉണ്ടാകും നിങ്ങൾക്ക്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ ആയത്ത് നിങ്ങൾ എല്ലാ ദിവസവും 7 പ്രാവശ്യം പതിവായി ഓതുക. ചെറിയ 2 ആയത്തല്ലേ, പെട്ടെന്ന് ഓതി തീർക്കാൻ മാത്രമേ ഉള്ളൂ 7 പ്രാവശ്യം. എന്നാൽ അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളോ ചില്ലറയൊന്നുമല്ല. നമ്മുടെ ജീവിതം തന്നെ അത്ഭുത വിജയത്തിലേക്ക് എത്തിക്കും, ഉന്നത വിജയത്തിലേക്ക് എത്തിക്കും. സാമ്പത്തികമായിട്ടൊരു പ്രയാസവും ഉണ്ടാകില്ല. മാത്രമല്ല എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരും. ജീവിതം സന്തോഷകരമാകും. നല്ല ഹൈറും ബർക്കത്തും റാഹത്തുമുള്ള കുടുംബജീവിതം അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകും. അതുകൊണ്ട് ആരും മറക്കാതെ ഞാൻ ഈ പറഞ്ഞു തന്ന രീതിയിൽ ഈ ആയത്ത് ഓതുക. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.